കൊച്ചി നഗരസഭയുടെ 8ാം ഡിവിഷൻ കരുവേലിപ്പടിയിലെ LDF സ്ഥാനാർത്ഥി സ്വതന്ത്ര സ്ഥാനാർത്ഥി റോസ്ലി ജൂഡും സംഘവുമാണ് നമ്മളോടൊപ്പമുള്ളത്. രാവിലെ തന്നെ നിങ്ങളുടെ ഇലക്ഷൻ പ്രവർത്തനങ്ങളൊക്കെ ആരംഭിച്ചു. എന്താണ് ഈ ഒരു സ്ഥാനാർത്ഥിത്വം, അത് ഇതിലേക്ക് വരാനായിട്ടുള്ള കാരണം എന്താണ്? നമ്മുടെ ഭരണം, ഇപ്പോഴത്തെ ഭരണം തുടർന്നു കൊണ്ടുവരാനായിട്ട്, അത് കോർപ്പറേഷൻ ഇപ്പം നമ്മുടെ ഭരണമാണല്ലോ, LDFൻ്റെ ഭരണമാണ്, അത് തുടർച്ചയുണ്ടാകാൻ വേണ്ടിയിട്ട് ഇടതുപക്ഷത്തിൻ്റെ വികസനങ്ങൾ ഈ കൊച്ചി നഗരസഭയുടെ ഭരണ കാലഘട്ടത്തിൽ ഈ ഒരു ഡിവിഷനുമായി ബന്ധപ്പെട്ട് അനേകം വികസന പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു. അതെന്തെല്ലാമൊക്കെ ആയിരുന്നു ഇവിടെ? നമ്മുടെ നേരത്തെ 10ാം ഡിവിഷനായിരുന്നു, ഇപ്പോൾ 8ആയി. നമ്മുടെ ഫുട്ബോൾ ടർഫ്, പിന്നെ അവിടുത്തെ ജിമ്മിൻ്റെത്, പിന്നെ പാർക്ക്, അതൊക്കെ എല്ലാം ഈ ഒരു ഈ ഡിവിഷൻ്റെ ഈ 5 വർഷത്തെ കാലവർഷത്തിൽ ചെയ്തത്. അപ്പം നമ്മുടെ മേയറും അതിന് സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ്, ഒന്നിച്ച് നിന്നതുകൊണ്ടാണ് അത് ഇത്രയും. ഇനിയും കുറേ വികസനം ഇനി വരാനുണ്ട് നമുക്ക് ഈ ഡിവിഷനിൽ. അപ്പം നമ്മളത് നടത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഡിവിഷനിൽ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നത്. ഓക്കെ, നമ്മുടെ ഈ ഡിവിഷനിൽ നമ്മളിപ്പോൾ പ്രചരണവുമായിട്ട് ഇറങ്ങിയപ്പോൾ എങ്ങനെയുണ്ട് ജനങ്ങളുടെ പ്രതികരണങ്ങളിലേക്ക്? നല്ല പ്രതികരണമാണ് എല്ലാവരും. ഞാനൊരു വീട്ടമ്മയാണ്, സാധാരണക്കാരാണ്, അതുകൊണ്ട് എല്ലാവർക്കും ആ ഒരു സ്നേഹമുണ്ട് എന്നോട്. ഏതെല്ലാം മേഖലയിലൊക്കെയാണ് പ്രവർത്തിച്ചിരുന്നത്? ഞാൻ വൈറ്റ് സിറ്റി സെക്രട്ടറിയാണ്, പിന്നെ KLCWൻ്റെ രൂപതാംഗമാണ്. അങ്ങനെ പള്ളിയുമായിട്ട് കുറച്ച് ബന്ധങ്ങളുണ്ട്. പിന്നെ ഇവിടെ പൊതുപ്രവർത്തനങ്ങളൊക്കെ അല്ലാതെയും ചെയ്യുന്നുണ്ട്. വ്യാപാര വ്യവസായയിലുണ്ട്. വനിതാ വിങ്ങിൻ്റെ ട്രഷററാണ് ഞാൻ. കൊച്ചിയിലെ കേരള വ്യാപാര വ്യവസായി ഏകോപനസി വനിതാ വിങ്ങിൻ്റെ. അപ്പോൾ വിവിധ മേഖലകളിൽ പ്രവർത്തിച്ച് ആ ഒരു വനിതാ വിങ്ങിൻ്റെയും എല്ലാം പ്രവർത്തനത്തിൽ പങ്കെടുത്തതിൻ്റേതായിട്ടുള്ള ആ ഒരു വലിയ കാഴ്ചപ്പാടുകൾ മുന്നിലുണ്ട്. ഉണ്ട്. അതാണ് ഞാൻ ഈ ഇലക്ഷനിൽ നിൽക്കാനുള്ള മുഖ്യ കാരണങ്ങൾ. എങ്ങനെയുണ്ട് നിങ്ങളുടെ അയൽവാസി ഒരു സ്ഥാനാർത്ഥിയായിട്ട് വരുമ്പോൾ? ഞങ്ങൾക്ക് സന്തോഷമുണ്ട്, വളരെ സന്തോഷം. ഞങ്ങൾക്ക് എന്തുണ്ടെങ്കിലും ഇയാളോട് ഇന്ന് പറയാം. അയൽവാസിയാണ് ഞാൻ ഇവിടെ ഉള്ളത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെന്ന് പറയാലോ, അത് മതി. നല്ല കാര്യം, ഞങ്ങളുടെ ആവശ്യങ്ങളൊക്കെ പറയാം, ഞങ്ങൾക്ക് അതിന് വേണ്ടതൊക്കെ ചെയ്തു തരുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ജയിച്ചു വരട്ടെ. കൊച്ചിയുടെ ഒരു വികസന കാഴ്ചപ്പാട് നമ്മളുടെ LDF അവതരിപ്പിക്കുമ്പോൾ ആ ഒരു പ്രവർത്തനങ്ങളുമായിട്ട് ചേർന്ന് പോകാനായിട്ട് എന്തെല്ലാം വികസന കാഴ്ചപ്പാടുകളാണ് ഇത് സ്ഥാനാർത്ഥിയാകുമ്പോഴുള്ളത്? അത് പറയുകയാണെങ്കിൽ ആദ്യം പറയുന്നത് വയോജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു വിശ്രമ കേന്ദ്രം ഒരുക്കണം. ഒത്തിരി വീടുകളിൽ, ഞാനിപ്പോൾ കയറിയ വീടുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒത്തിരി വയസ്സായ അമ്മച്ചിമാരപ്പച്ചന്മാരൊക്കെ ഒറ്റപ്പെട്ട് കഴിയുന്നു. അവർക്ക് വേണ്ടിയിട്ട് ഒരു കെട്ടിടം അവർക്ക് വേണ്ടിയിട്ട് നിർമ്മിച്ചാൽ അവർക്ക് രാവിലെ വന്ന് വൈകിട്ട് വരെ സന്തോഷത്തോടെ കഴിയാൻ പറ്റുന്ന ഒരു സ്ഥലം ഒരുക്കണമെന്നുണ്ട്. പിന്നെ കൂടുതലും പാമ്പ് ശല്യം പറയുന്നുണ്ട് കുറേ സ്ഥലങ്ങളിലൊക്കെ. ഒത്തിരി പാമ്പിൻ്റെ ശല്യങ്ങൾ, അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് അതൊരു നല്ല പ്രദേശമാക്കി എടുക്കണം. കുടിവെള്ളക്ഷാമത്തിൻ്റെ പ്രശ്നങ്ങൾ, കുടിവെള്ളക്ഷാമം, ഒത്തിരി വീടുകൾക്ക് കണക്ഷൻ ഇല്ല. കണക്ഷൻ ഉള്ളത് തന്നെ ഈ വെള്ളം വന്നിട്ട് എല്ലാം പോയിട്ട് അഴുക്ക് വെള്ളമാണ് അവർക്ക് കിട്ടുന്നത്. അപ്പോൾ അതൊക്കെ അവർക്ക് നല്ലൊരു സംവിധാനം ഒരുക്കി കൊടുക്കണമെന്നുണ്ട്. ഡിവിഷനിൽ ഇങ്ങനെ ഒരാളായിരുന്നു വരേണ്ടത്. കാരണം ഈ സപ്പോർട്ട് ഫുള്ള് കൊടുക്കുക. കാരണം ഞങ്ങളുടെ ഇടയിൽ നിന്നുള്ള ഒരാളാണ് ഈ കാണുന്നത്. നമുക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കും എന്നുള്ളത് ഷുവറാണ്. ഞങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഉണ്ടാകും. ഇതുപോലത്തെ ഒരാൾ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ, ഒരു വീട്ടമ്മ തന്നെ വന്നതിൽ വളരെ സന്തോഷമാണ്. ഡിവിഷനിൽ മികച്ച പ്രതികരണമാണ് ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടുവരുന്നത്. മികച്ച സ്ഥാനാർത്ഥിയാണ് LDFൻ്റെ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയുള്ള ഒരാളാണ് ഞങ്ങളുടെ പ്രിയ പങ്കരിയായ റോസ്ലി ജൂഡ്. വിജയം സുനിശ്ചിതമാണ്, ഉറപ്പാണ്, 100% വിജയം ഉറപ്പാണ്. കൊച്ചി നഗരസഭയിൽ വലിയ വികസന പ്രവർത്തനങ്ങളാണ് നടന്നിട്ടുള്ളത് LDF ഭരണസമിതിയുടെ നേതൃത്വത്തിൽ. ആ ഒരു വികസന തുടർച്ച നമുക്കിവിടെ ഈ ഡിവിഷനിൽ ലഭ്യമാക്കാനായിട്ട് സാധിക്കും. ഇത് ഡിവിഷനിൽ എന്ന് പറഞ്ഞാൽ മുമ്പത്തെ 10, ഇപ്പോഴത്തെ 8, ഒരുപാട് കോടിക്കണക്കിന് വികസനങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട്. അത് സുരക്ഷിതമായിട്ട് ഏൽപ്പിക്കാൻ പറ്റിയൊരു സ്ഥാനാർത്ഥിയാണ് റോസ്ലി ജൂഡ്. അർഹതയ്ക്കുള്ള അംഗീകാരം എന്ന് പറയും. മാഡം എങ്ങനെ ചെയ്യുന്നെന്നുള്ളത് അപ് ടു ഹെർ. ഷി ഹാസ് ടു വർക്ക് ഫോർ ദ വാർഡ്. ഐ എക്സ്പെക്ട് ചേഞ്ചസ് ആർ നാച്ചുറൽ. അത് അത്യാവശ്യം നല്ലൊരു കാൻഡിഡേറ്റ് ആയിട്ട് തന്നെ തോന്നണത്.
പിന്നെ പുള്ളിക്കാരത്തിയുടെ ഇതുപോലെ എല്ലാവരെയും സേവിക്കാനുള്ള ഒരു അവസരം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. റോസ്ലി ചേച്ചി ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഒരു സാധാരണക്കാരി, ഒരു വീട്ടമ്മ, ഒരു കുടുംബിനി. അപ്പോൾ അങ്ങനെയുള്ളവർ ഈ പ്രസ്ഥാനത്തിലേക്കും അല്ലെങ്കിൽ ഈ പൊതുരംഗത്തേക്കും വരണത് നമ്മളെപ്പോലുള്ള ചെറുപ്പക്കാർക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. കാര്യം എനർജറ്റിക്കായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാനും മുൻ കൗൺസിലർ ചെയ്ത പോലെ തന്നെ അതിന് മേളിലോട്ട് വരട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞങ്ങളൊക്കെ ഈ റോസ്ലി ചേച്ചിക്ക് വരവിനെ പൂർണ്ണമായിട്ടും സ്വാഗതം ചെയ്യും. നമുക്ക് ഈ 8ാം ഡിവിഷനിൽ കിട്ടുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ഒരു സ്ഥാനാർത്ഥി ആണ് ജൂഡിലെ ഭാര്യ എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് തർക്കമില്ല. ഒരു വിജയസാധ്യത എന്നും നമ്മളുടെ പക്ഷത്താണ്. അതുണ്ടാകും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് നമ്മളുടെ പ്രവർത്തനങ്ങൾ മുമ്പോട്ട് പോകുന്നത്. റോസ്ലി ചേച്ചി വിജയിക്കുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. കൂടുതൽ ഭൂരിപക്ഷം കിട്ടാനുള്ള സാധ്യതയും ജയസാധ്യതയും കാണുന്നത് 100% റോസ്ലി തന്നെ. അത് നല്ലൊരു സ്ഥാനാർത്ഥിയാണ്. ഈ ഡിവിഷനിൽ നല്ല പുരോഗതി ഉണ്ടാകുമെന്നുള്ളൊരു വിശ്വാസമുണ്ട്. നമ്മളൊക്കെ റോസ്ലി ചേച്ചിക്ക് തന്നെ വോട്ട് കൊടുക്കും. കൊച്ചി നഗരസഭയുടെ LDFിൻ്റെ ഭരണ തുടർച്ചയ്ക്ക് വലിയ മുൻതൂക്കം നൽകുന്ന രീതിയിലായിരിക്കും ഈ ഡിവിഷനിൽ നിന്നും LDF സ്ഥാനാർത്ഥി, സ്വതന്ത്ര സ്ഥാനാർത്ഥി റോസ്ലി ജൂഡ് വിജയിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ കൂടെയുള്ളവരും റോസ്ലി ജൂഡ് തന്നെ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത്. എന്നിരുന്നാലും ആ ഒരു വിശ്വാസം കാത്തുസൂക്ഷിക്കുവാനായിട്ടും മികച്ച വിജയം നേടുവാനും സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. മെട്രോ 7 ന്യൂസിൻ്റെ എല്ലാവിധത്തിലുള്ള ആശംസകളും നേരുന്നു. ക്യാമറമാൻ ലിജൻ ജെയിംസിനൊപ്പം റെഡ്ജൻ റിബല്ലോ.